തൃശൂരിൽ ആനക്കല്ലിൽ ഭർത്തൃവീട്ടിൽ യുവതി മരിച്ച നിലയിൽ. അവണശ്ശേരി സ്വദേശി ഉണ്ണിമായയാണ് മരിച്ചത്. ഉണ്ണിമായയുടെ മരണം കൊലപാതകമെന്ന സംശയം. സംഭവത്തിൽ ഭർത്താവ് ശിവപ്രസാദ് ഒളിവിലാണ്. സാരംഗ് ചേരുന്നു വിശദാംശങ്ങളുമായി. സാരംഗ്, എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്? നിലവിലത്തെ സാഹചര്യം എന്തെല്ലാമാണ്? പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചോ? സിന്ദൂരി ഇന്ന് പുലർച്ചെയോടെയാണ് ഇത്തരത്തിൽ 30 വയസ്സുള്ള ഉണ്ണിമായ ഈ ആനക്കല്ല് സ്വദേശിയായിട്ടുള്ള ആനക്കല്ലിൽ നിന്നുള്ള ഉണ്ണിമായയെ ഇത്തരത്തിൽ മരണപ്പെട്ട നിലയിൽ വീടിനകത്ത് നിന്ന് കാണപ്പെട്ടത്. ഉടനെ തന്നെ ബന്ധുക്കൾ, അതായത് ഈ ഭർത്തൃ വീട്ടിലെ ബന്ധുക്കൾ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഈ സമയത്ത് പെൺകുട്ടിയുടെ കഴുത്ത് ഞെരിച്ചതിൻ്റെ പാടുകൾ ദൃശ്യമായിരുന്നു. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഭർത്താവ് ശിവപ്രസാദ് ഒളിവിലാണ്. ഇരുവരും തമ്മിൽ കുറച്ചു കാലങ്ങളായിട്ട് തർക്കം ഉണ്ടെന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ ഏതോ ഒരു വിധത്തിൽ തർക്കമുണ്ടായിരുന്നു. തുടർന്നാണ് ഈ ശിവപ്രസാദ് ഒരുപക്ഷെ ഈ ഉണ്ണിമായുടെ കഴുത്ത് ഞെരിച്ചതെന്നാണ് സംശയം. ഇതൊന്നും ഔദ്യോഗികമല്ല എങ്കിൽ പോലും പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും സംഭവത്തിന് ശേഷം ഈ ശിവപ്രസാദ് ഒളിവിലാണ്. ഇന്ന് രാവിലെയോട് കൂടിയിട്ടാണ് പെൺകുട്ടി മരണപ്പെട്ടത്. ഈ രാവിലെ ഭർത്തൃ വീട്ടിലെ അംഗങ്ങൾ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മ കിടപ്പുമുറിയിലേക്ക് വരുമ്പോഴാണ് ഇത്തരത്തിൽ ബോധമറ്റ് കിടക്കുന്ന നിലയിൽ ഉണ്ണിമായെ കണ്ടത്. ഉടനെ തന്നെ തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച്, അതായത് മരണകാരണം സംബന്ധിച്ച് കൂടുതൽ വിശദമായിട്ട് അറിയേണ്ടതുണ്ട്. അതിന് ഉടനെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയായതിനു ശേഷമാണ് ഔദ്യോഗികമായിട്ട് മരണകാരണം എന്താണെന്നുള്ളത് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. എന്തായാലും ഈ ഭർത്താവ് ഒളിവിലാണെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. സാരംഗ്, വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കട്ടെ, ഈ പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ ജീവനുണ്ടായിരുന്നോ? മരണം സംഭവിച്ചത് ആശുപത്രിയിൽ വെച്ചാണോ? സിന്ദൂരി, അക്കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ട്. കാരണം ഇന്ന് രാവിലെ പുലർച്ചയോടെയാണ് ഇത്തരത്തിൽ ഇരുവരും തമ്മിൽ, അതായത് ശിവപ്രസാദും അതോടൊപ്പം തന്നെ ഉണ്ണിമായും തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നത്. ഇതിനിടെയാണ് ഒരുപക്ഷെ, അത് സംശയം മാത്രമാണ്, ഈ ശിവപ്രസാദ് ഒരുപക്ഷെ ആക്രമിച്ചിരിക്കാം അല്ലെങ്കിൽ കഴുത്ത് ഞെരിച്ചിരിക്കാം എന്നുള്ള കാര്യം ഊഹിക്കുന്നത്, കുടുംബാംഗങ്ങളടക്കം ഊഹിക്കുന്നത്. അതിനുശേഷം ഈ ശിവപ്രസാദിൻ്റെ അമ്മ തന്നെയാണ് ഈ യുവതി ഇങ്ങനെ വീണ് കിടക്കുന്ന അല്ലെങ്കിൽ ബോധമറ്റ് കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കണ്ടത്. ആ സമയത്ത് ജീവനുണ്ടായിരുന്നു എന്നുള്ള കാര്യം എന്തായാലും വ്യക്തമായിട്ടില്ല. ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീടാണ് ഒരു മരണവിവരം സ്ഥിരീകരിക്കുന്നത്. എന്തായാലും പോലീസ് എത്തി മറ്റ് നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിച്ച ശേഷം മാത്രമേ ഈ മരണകാരണം എന്താണെന്ന് അറിയാൻ കഴിയുള്ളൂ. എന്തായാലും കഴുത്തിൽ പാട് കാണുന്ന രീതിയിൽ, അതായത് പാട് കണ്ടെത്തിയിട്ടുണ്ട്. കഴുത്തിൻ്റെ വലതുവശത്തായിട്ട് ഈ ഞെരിച്ച പാടുകൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു മുറിവുകളോ അല്ലെങ്കിൽ ക്ഷതമോ ഈ ശരീരഭാഗങ്ങളിൽ കണ്ടിട്ടില്ല. എന്തായാലും ഇനി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഔദ്യോഗികമായിട്ട് ഇത് കൊലപാതകമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ എന്നുള്ള കാര്യത്തിൽ അറിയാൻ കഴിയും. എന്തായാലും ഈ സംഭവത്തിന് ശേഷം ഭർത്താവ് വിഷ്ണുപ്രസാദ് ഒളിവിലാണ്. ശരി, വ്യക്തമാണ് സാരംഗ്. തൃശൂരിൽ ആനക്കല്ലിലാണ് ഭർത്തൃവീട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 30 വയസ്സുകാരിയായ ആവണശ്ശേരി സ്വദേശി ഉണ്ണിമായയാണ് മരിച്ചത്. ഉണ്ണിമായയുടെ മരണം കൊലപാതകമെന്ന സംശയമുണ്ട്. ഭർത്താവ് ഇപ്പോൾ ഒളിവിലാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം കൂടുതൽ വ്യക്തമാവുകയുള്ളൂ. സാരംഗാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.